നവവധു വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറിയതേ ഉള്ളൂ. അവൾ ആകെ ഒരു അങ്കലാപ്പ്. പുതിയ വീടും ആളുകളും എല്ലാം. ശില്പയ്ക്ക് കാലും കൈയുമൊക്കെ ആകെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. രാവിലെ മുതലേ ആടയാഭരണങ്ങളെല്ലാം അണിഞ്ഞ് ഒരേ നിൽപ്പായിരുന്നല്ലോ. പക്ഷെ എങ്ങനെ ഈ പുതിയ വീട്ടിൽ ഈ സമയത്ത് പോയി കിടക്കും? അവളുടെ മനസ്സിനെ ഓരോ ചിന്തകൾ അലട്ടിക്കൊണ്ടേയിരുന്നു. ഈ സോഫയിലിരിക്കാൻ തുടങ്ങിയിട്ട് 3-4 മണിക്കൂറായി. വിശപ്പും ദാഹവും എല്ലാം നന്നായിട്ടുണ്ട്. കുടിക്കാൻ കുറച്ച് വെള്ളം ആരോടാ ഇപ്പൊ ചോദിക്കുക? അരുണിനെ ആണെങ്കിൽ കാണാൻ പോലും ഇല്ല. അരുണിന്റെ അമ്മ ഈ വശത്തേക്ക് തന്നെ വരുന്നില്ല. ശില്പയുടെ കണ്ണ് നിറഞ്ഞു വരാൻ തുടങ്ങിയിരുന്നു. മൊബൈലാണെങ്കിൽ ബെഡ്റൂമിലും ആയിപ്പോയല്ലോ. അമ്മയുടെ ശബ്ദം കേൾക്കാൻ അവൾക്ക് കൊതി തോന്നി. വീട്ടിൽ വന്നവരെല്ലാം പോയി തുടങ്ങി. ചിലർ യാത്ര പറയാനായി അടുത്ത് വരുമ്പോൾ യന്ത്രമാണോ എന്ന് അറിയാതെ സ്വയം ചിന്തിച്ചു പോയി. അവരോടൊക്കെ തലയടിച്ചിരിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അത് കേൾക്കേണ്ട താമസം ശില്പ അവരോടൊപ്പം പോയി. കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലോ. മുന്നിൽ ഫ്രൈഡ് റൈസ് വന്നപ്പോൾ ഇത്രയും വേഗത്തിൽ എന്തിനാണ് എൻ്റെ മുമ്പിലേക്ക് എത്തിയതെന്ന് സ്വയം ചോദിച്ചു. തനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഭക്ഷണം പ്ലേറ്റിൽ വിളമ്പിയത് എങ്ങനെയാണ് കഴിക്കാതിരിക്കുക എന്ന് കരുതി ആദ്യ ദിവസം തന്നെ മുഷിച്ചിലുണ്ടാകണ്ടല്ലോ എന്ന് കരുതി അവൾ അതെല്ലാം വളരെ വേഗം തന്നെ കഴിച്ചു തീർത്തെണീറ്റു. തിരികെ വീണ്ടും ആ സോഫയിൽ തന്നെ വന്നിരുന്നു. കഴുത്തിൽ കിടക്കുന്ന താലിയിലൊന്ന് തൊട്ടു നോക്കി. ഇത് കെട്ടിയ മഹാനെ ഈ വീട്ടിൽ വന്ന് കയറിയതിനു ശേഷം കണ്ടിട്ടേയില്ല. ശില്പയ്ക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്നോളൂ. അരുൺ പുറത്തെവിടെ പോയതാണ്. അവൻ ചിലപ്പോൾ ലേറ്റാകും. കുട്ടി വെറുതെ ഇവിടെ ഇരിക്കണ്ട. അരുണിന്റെ ചെറിയമ്മ വന്ന് അത് പറഞ്ഞിട്ട് പോയപ്പോൾ അവൾ അത്ഭുതത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അവരൊന്നും മിണ്ടാതെ തിരികെ അടുക്കളയിലേക്ക് തന്നെ പോയി. കല്യാണ ദിവസം തന്നെ വേണമായിരുന്നു അവന്റെ ഈ കറക്കം. അടുക്കളയിൽ ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് കേട്ട് ചെവി കൂർപ്പിച്ചു നോക്കി. പക്ഷേ തിരികെ മറുപടി ഒന്നും കേൾക്കാത്തതുകൊണ്ട് തന്നെ പതുക്കെ എഴുന്നേറ്റ് അവൾ മുറിയിലേക്ക് പോയി. അവൾ ബെഡ്റൂമിന്റെ വാതിൽ തുറന്നകത്തേക്ക് കയറി. സിനിമകളിൽ കാണുന്ന പോലെ അലങ്കാരങ്ങളൊന്നും ബെഡ്റൂമിലുണ്ടായിരുന്നില്ല. പക്ഷെ കിടക്ക കണ്ടപ്പോൾ കിടക്കാനൊരു കൊതി തോന്നി. എന്നാലും അത് ശരിയല്ലല്ലോ. അരുൺ എന്തു വിചാരിക്കും എന്ന് വിചാരിച്ച് അവൾ ബെഡിന്റെ ഒരറ്റത്തായിരുന്നു. മേശപ്പുറത്തിരുന്ന മൊബൈൽ ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു നോക്കി. അമ്മ ഫോൺ എടുക്കുന്നില്ല. കുറേ ദിവസമായി കല്യാണ തിരക്കുകളൊക്കെ ആയിട്ടുള്ള ഓട്ടമായിരുന്നല്ലോ. അതുകൊണ്ട് അമ്മ ചിലപ്പോൾ നേരത്തെ ഉറങ്ങിക്കാണും എന്ന് വിചാരിച്ചു അവൾ ഫോൺ എടുത്ത് മാറ്റിവെച്ചു. അപ്പോഴാണ് ഫേസ്ബുക്കിൽ കുറേ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത് ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ അവൾ ഓരോന്നും എടുത്തു നോക്കി. ആരൊക്കെയോ തൻ്റെ കല്യാണ ഫോട്ടോ ഇട്ടിട്ട് ആശംസകൾ എഴുതി നിറച്ചിട്ടുണ്ട്. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ വായിച്ചപ്പോൾ അവൾക്ക് ഉള്ളിലൊരു ചിരി വന്നു. സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. വല്ലാതെ ഉറക്കം വരുന്നു. അപ്പോഴേക്കും അരുൺ വന്ന് റൂമിൻ്റെ വാതിൽ തുറന്നകത്തേക്ക് കയറി. അറിയാതെ അവളുടെ ഉള്ളിലേക്കൊരു വിറയൽ വന്നു. പക്ഷേ താനൊരാൾ അവിടെ ഇരിക്കുന്നു എന്നൊരു ചിന്ത പോലുമില്ലാതെ അവൻ വന്ന സ്പീഡിൽ തന്നെ തിരികെ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അവനകത്തേക്ക് വന്ന് ഷെൽഫിൽ നിന്നും ഡ്രസ്സുകൾ എടുത്ത് ബാത്റൂമിലേക്ക് പോയി. അവൻ കുളിക്കാൻ പോയതാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇങ്ങനെ ഒരാളോടൊപ്പം ഈ ജീവിതകാലം മുഴുവൻ ഞാൻ എങ്ങനെ ജീവിച്ചു തീർക്കും എന്നായിരുന്നു ആ സമയം മുഴുവൻ ശില്പയുടെ ഉള്ളിൽ. കല്യാണത്തിന് മുന്നേ ഫോൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അരുൺ എന്നവൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. കുളി കഴിഞ്ഞു വന്ന അരുൺ അവളെ ഒന്ന് നോക്കിയ ശേഷം പറഞ്ഞു, എനിക്ക് വേണ്ടി ആരും ഇവിടെ കാത്തിരിക്കുകയൊന്നും വേണ്ട. എനിക്കതൊന്നും ഇഷ്ടമല്ല. പിന്നീട് ആ കണക്ക് പറച്ചിൽ കൂടി ഞാൻ കേൾക്കേണ്ടി വരും. അവൾ അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കി. അവനൊരു ലാപ്ടോപ്പ് എടുത്തു വെച്ച് അവിടേക്ക് കയറിയിരുന്നു. പിന്നെ അവളെ ഒന്ന് നോക്കിയ ശേഷം പറഞ്ഞു, ശില്പ കിടന്നോളൂ, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ കിടക്കാൻ ലേറ്റാവും. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു. അരുൺ, ഇന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞ ദിവസമാണ്. അവൾ അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അവൻ ഇടയ്ക്ക് കയറി സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ പതിവ് ശീലങ്ങൾ തെറ്റിക്കണോ? ലുക്ക് ശില്പ, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ശില്പയ്ക്ക് ശില്പയുടെ ഇഷ്ടങ്ങൾ, എനിക്ക് എൻ്റേതും. എൻ്റെ ഇഷ്ടങ്ങളും ശീലങ്ങളും ഒന്നും ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ പറ്റില്ല. അവൾ അരുണിൻ്റെ മുഖത്തേക്ക് നോക്കി മെല്ലെ പറഞ്ഞു. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല അരുൺ. എനിക്കും എൻ്റെ ശീലങ്ങളൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ ഇഷ്ടങ്ങൾ എനിക്കും വലുതാണ്. പക്ഷേ അത് ഇനി കുറേയൊക്കെ ഞാൻ മാറ്റിവെക്കേണ്ടി വരും. ലാപ്ടോപ്പിൽ നിന്നും മുഖം മാറ്റാതെ അവൻ പറഞ്ഞു, നീ ചിലപ്പോൾ മാറ്റേണ്ടി വരും. പക്ഷെ ഞാനൊരു പുരുഷനാണ്. എനിക്കൊന്നും മാറ്റേണ്ട കാര്യമില്ല. എൻ്റെ ചിലവിൽ കഴിയുന്ന ഒരു ഭാര്യയെ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ശില്പയുടെ ആവശ്യങ്ങൾക്ക് ശില്പ തന്നെ പണം ചെലവഴിക്കണം. എൻ്റെ അമ്മയെപ്പോലെ മറ്റുള്ളവരെ എല്ലാത്തിനും ആശ്രയിച്ച് ജീവിക്കുന്നവരെ എനിക്ക് പുച്ഛമാണ്. ശില്പ അത്ഭുതത്തോടെ അരുണിനെ നോക്കി. തൻ്റെ മറുപടി പോലും കേൾക്കാനുള്ളൊരു താല്പര്യം അയാൾ കാണിക്കുന്നില്ല. പിന്നെ ശില്പ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പക്ഷേ എക്സ്പെൻസ് അത് ഷെയർ ചെയ്യണം. തൽക്കാലം ഞാനൊരു യാത്രയും ആഗ്രഹിക്കുന്നില്ല. ശില്പയുടെ ശബ്ദം കുറച്ച് കനത്തുപോയി. അവൾ ആ സമയം അവളുടെ അച്ഛനെ ഓർത്തുപോയി. എപ്പോഴും തൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന അച്ഛൻ. തനിക്ക് ആ ഭാഗ്യമൊന്നും കിട്ടിയില്ല അമ്മേ എന്നവൾ മനസ്സിൽ മെല്ലെ പറഞ്ഞു. ഇതാണോ ബ്രോക്കർ പറഞ്ഞ മോഡേൺ പയ്യൻ?
ഓ ആയിരിക്കും. ഈ ബന്ധം തനിക്ക് വേണ്ടിയിരുന്നില്ല എന്നും തന്നെപ്പോലെ ഒരാൾക്ക് ഒരിക്കലും ചേരുന്നൊരു ബന്ധമല്ല ഇതെന്നും അവളുടെ മനസ്സിൽ തോന്നി. അരുൺ ലാപ്ടോപ്പ് മാറ്റിവെച്ച ശേഷം ശില്പ എനിക്ക് ഉറങ്ങണം, ലൈറ്റ് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞു. അവൾ ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിലേക്ക് കിടന്നത് അവൻ്റെ കൈകൾ അവൾക്കരിയിലേക്ക് വന്നതറിഞ്ഞ് അവൾ അല്പം സൈഡിലേക്കായി നീങ്ങിക്കിടന്നു. എന്തോ അവളുടെ മനസ്സിൽ തോന്നിയ പ്രണയം എവിടേക്കോ പോയിരുന്നു. തൻ്റെ അനിഷ്ടം മനസ്സിലാക്കിയ അരുൺ പെട്ടെന്ന് ലൈറ്റ് ഇട്ടിട്ടൊരു ചോദ്യം. എന്താ ശില്പ? ശില്പ അരുണിൻ്റെ മുഖത്തേക്ക് നോക്കി നല്ല ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അരുൺ എല്ലാത്തിനും കണക്ക് നോക്കുന്ന ആളാണെന്ന് മനസ്സിലായി. സ്നേഹത്തിന് അരുൺ എങ്ങനെ കണക്ക് വയ്ക്കാറുണ്ടോ? അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൻ വളരെ വേഗം തന്നെ പേഴ്സിൽ നിന്നും അവൻ്റെ ATM കാർഡ് എടുത്തു. ശില്പയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. പറയടി, എത്രയാ നിന്റെ റേറ്റ്? പറഞ്ഞോ, നാളെ ഞാൻ ക്യാഷ് ATM-ൽ നിന്ന് വിഡ്രോ ചെയ്ത് തരാം. അതുവരെ ഈ ATM കാർഡ് നീ കൈവച്ചോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്യാം. നീ നിന്റെ റേറ്റ് പറ. അല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ആദ്യം വന്ന പെണ്ണ് നീയൊന്നുമല്ല. ഈ അരുണിൻ്റെ ഒരു വിളിമതി ഈ നിമിഷം ഈ റൂമിൽ ആളെത്തും. കാണണോ നിനക്ക്? പിന്നെ നിനക്കും നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ കേട്ടോ, ഞാനൊന്നുമില്ല ഇടപെടില്ല. ശില്പയ്ക്ക് തൊണ്ട വരളുന്ന പോലെയും കണ്ണിലാകെ ഇരുട്ട് കയറുന്നത് പോലെയും തോന്നി. തൻ്റെ നെഞ്ചിൽ ആ താലി കൊണ്ട് കോറുന്നത് പോലെ അവൾക്ക് തോന്നി. അറിയാതെ അവളുടെ ആ കൈ താലിയിലമർന്നു. തൻ്റെ ശരീരത്തിന് വില പറഞ്ഞവൻ്റെ ഒപ്പം ഇനിയൊരു ജീവിതം വേണ്ട എന്നവൾ തീരുമാനിച്ചു. പെട്ടെന്നാണ് അവൾക്ക് തൻ്റെ മാതാപിതാക്കൾ ഓർമ്മ വന്നത്. ഇന്ന് തന്നെ ഞാൻ അങ്ങോട്ട് മടങ്ങിയാൽ എന്താവും അവരുടെ അവസ്ഥ? ഇല്ല, ഇനിയുള്ള രാത്രികളിലും ഞാൻ ഇത് തന്നെ സഹിക്കേണ്ടി വരും. പക്ഷേ എങ്ങനെ അരുണിൻ്റെ ഒപ്പം? ഇല്ല, തീരെ പറ്റില്ല. അവളുടെ മനസ്സിൽ ഒരു യുദ്ധം തന്നെ നടന്നു. ഇന്ന് ഞാനിവിടെ തോറ്റു കൊടുത്താൽ ഇനി എന്നും ഞാൻ ഈ മനുഷ്യൻ്റെ കാൽച്ചുവട്ടിലായിരിക്കും, അവൾ ചിന്തിച്ചു. അവൾ ആ ATM കാർഡ് വാങ്ങി അവൻ്റെ കയ്യിൽ തന്നെ തിരികെ കൊടുത്ത ശേഷം പറഞ്ഞു. മിസ്റ്റർ അരുൺ ശേഖർ, നിങ്ങളുടെ ഇതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ തന്നാലും എൻ്റെ ഒരു രാത്രിയുടെ വിലയാവില്ല. നിങ്ങൾ ഡൽഹിയിൽ കണ്ട പെൺകുട്ടികളുടെ ലിസ്റ്റിലെ എന്നെ പെടുത്തണ്ട. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിക്ക് ഞാൻ അത്രയും പവിത്രത കാണുന്നു. ഇത് എന്നെക്കൊണ്ട് നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയിപ്പിക്കരുത്. അവൻ്റെ മറുപടിക്കായി കാത്തു നിൽക്കാതെ ഒരു തലേനെ എടുത്ത് നിലത്തേക്കിട്ട് അവളവിടെ താഴെ കിടന്നു. അഹങ്കാരി, നാണമില്ലേ നിനക്ക്? എൻ്റെ റൂമിൽ എന്നെ വെല്ലുവിളിച്ച് കിടക്കാൻ നിനക്ക് എവിടുന്ന് ഇത്രയും ധൈര്യം? അവൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. ഒന്നും കേൾക്കാത്ത പോലെ അവൾ കണ്ണുകൾ അടച്ചു കിടന്നു. ഇന്നിങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള രാത്രികളിലും ഇത് തന്നെ തുടർന്നു പോകുമെന്നുള്ള ബോധം അവൾക്കുണ്ടായിരുന്നു. എന്തായാലും അധികകാലം ഇങ്ങനെ പോകാൻ പറ്റില്ല. ഈ വീട്ടിൽ എങ്ങനെയാണോ കയറി വന്നത് അതുപോലെ തന്നെ എല്ലാം അവസാനിപ്പിച്ചിറങ്ങിപ്പോകും എന്നവൾ മനസ്സിൽ ചിന്തിച്ചു. ശില്പ, നിന്റെ അഹങ്കാരം എൻ്റെ വീട്ടിൽ നടക്കില്ല. നീ എഴുന്നേൽക്കുന്നോ അതോ നിന്നെ ഞാൻ എടുത്ത് പുറത്ത് കളയണോ? ആ വാക്കുകൾ അവളുടെ ഉള്ളിലാണ് തറച്ചത്. അവൾ വളരെ വേഗം ചാടി എഴുന്നേറ്റു. വേണ്ട അരുൺ, നിന്റെ ദുഷിച്ച കൈകൊണ്ട് എന്നെ തുടരുത്. വേണ്ട അരുൺ, നീ എന്നെ തൊട്ടാൽ എനിക്ക് പൊള്ളും. അവൾക്ക് വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് പൊള്ളുന്നുണ്ടെങ്കിലേ ആ താലിയും കഴിച്ചതാ. അത് 6 പവൻ്റെ താലിയാ. അതുകൊണ്ട് നിന്നെപ്പോലുള്ളവർക്ക് ചിലപ്പോൾ പൊള്ളില്ല. അവനത് പറഞ്ഞു തീരും മുമ്പേ താലി ഊരി അവൾ ആ ബെഡിലേക്കിട്ടു. സത്യം പറഞ്ഞാൽ ഇത് നിന്റെ കഴുത്തിൽ കിട്ടുമ്പോഴേ 6 പവൻ്റെ താലി വാങ്ങാൻ വേണ്ടി ഞാൻ ചെലവഴിച്ച പണം ഓർത്ത് വിഷമിച്ചിരിക്കുമായിരുന്നു. എന്തായാലും ഇപ്പം അതങ്ങ് മാറിക്കിട്ടി. ശില്പ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. മനുഷ്യരൂപം പൂണ്ട ഒരു ചെകുത്താനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അവൾക്ക് തോന്നി. ശില്പ, പിന്നെ നിന്നെ കണ്ടപ്പോൾ മുതൽ തോന്നിയ ഒരാശയുണ്ട്. അതുള്ളിൽ ബാക്കിയായി കിടക്കുക. എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയേ എത്ര പണം ചിലവഴിക്കാനും എനിക്ക് യാതൊരു മടിയുമില്ല. നിനക്ക് താല്പര്യമുണ്ടെങ്കിലേ ഈ രാത്രി നമുക്കങ്ങ് ആഘോഷിക്കാം. വെറുതെ വേണ്ട, അത് പറഞ്ഞു തീരും മുമ്പേ. ശില്പയുടെ കൈ അരുണിൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. ഡീ, നീ എന്നെ അടിച്ചല്ലേ? ഇനി നീ ഇവിടുന്ന് വെറുതെ ഇറങ്ങി പോകുമെന്ന് വിചാരിക്കണ്ട. ഇനി അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ ശില്പ വളരെ വേഗം മൊബൈൽ കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി. ലൈറ്റ് എല്ലാം ഓഫാക്കി എല്ലാവരും ഉറങ്ങിയിരുന്നു. അവൾ പതുക്കെ മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയ ശേഷം സ്വിച്ച് ബോർഡ് തപ്പി കണ്ടുപിടിച്ച് ലൈറ്റിട്ട് പതിയെ ഗോവണി ഇറങ്ങി താഴെ ചെന്നിരുന്നു. സമയം 1 കഴിഞ്ഞിരുന്നു. ഇനി എങ്ങനെ വീട്ടിൽ പോകും? ആലോചിക്കും തോറും അവൾക്ക് തല പുകയുന്നത് പോലെ തോന്നി. തൻ്റെ സ്വപ്നങ്ങളെല്ലാം കൊഴിഞ്ഞു വീണിരിക്കുന്നു. തൻ്റെ മാത്രമല്ല, തൻ്റെ മാതാപിതാക്കളുടെയും. അപ്പോഴേക്കും അരുൺ അവളുടെ അടുത്തെത്തിയിരുന്നു. ഹാ, കൊള്ളാലോ, എന്നെ അടിച്ചിട്ട് നീ വന്ന് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ശില്പ തല ഉയർത്തി നോക്കി. തൊട്ടു മുന്നിൽ അവൻ നിൽക്കുന്നു. ഇറങ്ങിക്കോ, ഈ നിമിഷം ഇറങ്ങിക്കോ. എൻ്റെ വീട്ടിൽ നിന്നും ആ ചെകുത്താനിൽ നിന്നും ഒരു ദയയും കിട്ടില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഈ പാതിരാത്രി ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിലെത്തും? അവിടെ നിന്നും ആരെങ്കിലും ഇങ്ങോട്ട് വരണമെങ്കിൽ തന്നെയും ചുരുങ്ങിയതൊരു 4-5 മണിക്കൂറെങ്കിലും എടുക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ ആലോചിച്ചിരുന്നു. ശരീരം തളർന്നു പോകുമോ എന്ന് തോന്നി. പക്ഷേ തോൽക്കാൻ മനസ്സില്ല. അല്ലെങ്കിലും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ വിചാരിച്ചിട്ടില്ല. അവൾ ശബ്ദം ഉയർത്തി തന്നെ പറഞ്ഞു. അവരുടെ ശബ്ദം കേട്ട് എല്ലാവരും ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വന്നു. അമ്മയും ചെറിയമ്മയും ഹാളിലെത്തി. എന്താ, നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ?
ചെറിയമ്മ അവളുടെ കൈ പിടിച്ച് ചോദിച്ചു. ചെറിയമ്മ, അധികം സംസാരമൊന്നും വേണ്ട, ഇവളെ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. അരുണിൻ്റെ ശബ്ദമുയർന്നു. അരുണിൻ്റെ അമ്മ അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. മോളെ, നമ്മൾ പെണ്ണുങ്ങൾ ഇത്തിരി സഹിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ കാണോ? എൻ്റെ ശരീരത്തിന് വില പറഞ്ഞത് ഞാൻ സഹിക്കാനോ? അമ്മയുടെ മകളോടാണ് ആരെങ്കിലും ഈ ചോദ്യം ചോദിച്ചെങ്കിൽ അമ്മ ഇങ്ങനെ എന്നോട് പറയുമോ? അവളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയില്ലാതെ അരുണിൻ്റെ അമ്മ തല താഴ്ത്തിയ ശേഷം അരുണിനെ ഒന്ന് നോക്കി അവൻ്റെ മുന്നിൽ നിന്നും മാറിപ്പോയി. അപ്പോഴേക്കും ചെറിയമ്മ ശില്പയുടെ കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, അവൻ വളർന്നതൊക്കെ അങ്ങ് പുറത്താ. അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ അവനുണ്ട്. നമ്മുടെ നാട്ടിലെ ശീലങ്ങളൊന്നും അവനറിയില്ല. നീ വേണ്ടേ കുട്ടി ഒന്ന് ക്ഷമിക്കാൻ? ഭർത്താവിൻ്റെ മുമ്പിലൊന്ന് തല താഴ്ത്തിയത് കൊണ്ട് നിനക്കിവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ശേഷം തന്ത്രശാലിയെപ്പോലെ അവർ അരുണിനെ ഒന്ന് നോക്കി ചിരിച്ചു. ശില്പ പറഞ്ഞു തുടങ്ങി. ചെറിയമ്മേ, ഒരു നാട്ടിലും കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിൻ്റെ ശരീരത്തിന് വില പറയുന്ന ഏർപ്പാട് ഞാൻ കണ്ടിട്ടില്ല. സോറി, എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നെ ആരെങ്കിലും എൻ്റെ വീട്ടിലെത്താനൊന്ന് സഹായിക്കണം. അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ഈ വീട്ടിൽ നിന്നും നിന്നെ ആരും സഹായിക്കില്ല. അങ്ങനെ ആരെങ്കിലും നിന്നെ സഹായിച്ചാൽ അവരും ഈ വീട്ടിൽ നിന്നും പുറത്തായിരിക്കും എന്ന് അരുൺ പറയുന്നത് കേട്ട് എല്ലാവരും അകത്തേക്ക് പോയി. എന്നെ ഇവിടെ നിന്നും ആരും സഹായിക്കില്ല. എന്നാൽ എൻ്റെ അഭിമാനം കളഞ്ഞ് ഇവിടെ നിൽക്കാനും പറ്റില്ല. ഈ രാത്രി തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റും. അവൾ അരുണിന് നേരെ തിരിഞ്ഞു. എനിക്കൊരു 30 മിനിറ്റ് വേണം. എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കണം. അത്രമാത്രം സമയം എനിക്ക് ആവശ്യമുണ്ട്. അരുണിൻ്റെ മറുപടിക്കായി വെയിറ്റ് ചെയ്യാതെ അവൾ വേഗം തന്നെ റൂമിലേക്ക് നടന്നു. റൂം ലോക്ക് ചെയ്തു. വേഗം തന്നെ അവൾ അവളുടെ ബാഗ് എടുത്ത് പുറത്തേക്ക് വെച്ചു. ശേഷം അവൾ ആരെയാണ് വിളിക്കുക എന്നോർത്ത് ഫോണെടുത്ത് നോക്കിയപ്പോൾ വിവാഹാശംസകൾ അറിയിച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തായ കിരൺ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ വിളിച്ചു. അവനോട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൻ ലൊക്കേഷൻ സെൻഡ് ചെയ്യാനായി ഒരു മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോഴും ശില്പയുടെ മനസ്സിൽ ആദ്യമായിരുന്നു എങ്ങനെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലേക്ക് കയറി ചെല്ലും. വേഗം തന്നെ കിരണിൻ്റെ കോള് വന്നു. 10 മിനിറ്റിനുള്ളിൽ അവിടെ പോലീസ് എത്തും. ഇവിടുത്തെ കമ്മീഷണർ എൻ്റെ സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ നീ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അവർ പറയുന്നത് പോലെ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താൽ മതിയാവും. അവർ നിന്നെ വീട്ടിലെത്താൻ സഹായിക്കും. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അവർ തന്നെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ അവതരിപ്പിച്ചോളും. അത് കേട്ടപ്പോൾ തന്നെ ശില്പയ്ക്ക് പകുതി ആശ്വാസമായി. അവളുടെ ബാഗുമെടുത്ത് ശില്പ പുറത്തിറങ്ങിയിരുന്നു. ഈ പാതിരാത്രി എന്നെ ഒറ്റയ്ക്ക് ഇറക്കി വിടുന്ന ഇവരോട് ഞാൻ എന്ത് പറയാനെന്ന് ആലോചിച്ച് അവൾ പുറത്തിറങ്ങിയിരുന്നു. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവരവിടെ എത്തി. കമ്മീഷണർ കൂടെ ഉണ്ടായിരുന്നു. അവളോട് കൂടുതലായി ഒന്നും ചോദിച്ചില്ല. അവർ നൽകിയ പേപ്പർ ഒന്ന് വായിച്ചു നോക്കിയ ശേഷം അവൾ അതിലേക്ക് ഒപ്പിട്ട് നൽകി. നീണ്ട 5 മണിക്കൂർ കഴിഞ്ഞു. അവൾ വീട്ടിലെത്തി. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആരോടും ഒന്നും മിണ്ടാതെ അവൾ നേരെ റൂമിൽ കയറി വാതിലടച്ചു. അതുവരെ അവൾ പിടിച്ചു നിർത്തിയ സങ്കടമെല്ലാം പുറത്തേക്ക് വന്നു. തലയണ കണ്ണീർ കൊണ്ട് നനഞ്ഞു കുതിർന്നു. അമ്മ വാതിലിൽ തട്ടി വിളിക്കുമ്പോൾ തുറക്കാതിരിക്കാനായില്ല. ഹാളിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ്. താൻ കാണിച്ചത് എല്ലാവർക്കും മുമ്പിൽ അഹങ്കാരമായി തീർന്നു. ബന്ധുക്കളെല്ലാം ചുറ്റും കൂടി അമ്മയും അച്ഛനെയും കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവർ രണ്ടുപേരും മൗനമായി തന്നെ ഇരുന്നു. ഒറ്റ ദിവസം കൊണ്ട് അച്ഛൻ വയസ്സനായിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. നിങ്ങളെല്ലാവരും എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോവില്ല. അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള അവളുടെ തീരുമാനങ്ങളും ഒറ്റയ്ക്കുള്ളൊരു ഓട്ടമായിരുന്നു. ഡിവോഴ്സും നഷ്ടപരിഹാരവുമൊക്കെയായി. വിധി വന്നു കോടതിയിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം മനസ്സിലൊരു കുളിർമഴ പെയ്ത പോലെയായി. ഇനി ജീവിതം വീണ്ടും ആരംഭിക്കണം. മറന്നുപോയ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കണം. അവളിന്ന് IAS എന്ന വലിയ സ്വപ്നം നേടി അന്ന് പാതിരാത്രി ഇറങ്ങിയ ആ ഒരു ജില്ലയുടെ കളക്ടറായി അധികാരമേറ്റു. അപ്പോഴും ആ പഴയ കമ്മീഷണർ കിരൺ തന്നെയായിരുന്നു ശില്പയുടെ തുണ. നല്ലൊരു കൂട്ടുകാരനായി. ഒരാണും പെണ്ണും തമ്മിൽ പ്രണയം മാത്രമല്ല, നല്ല സൗഹൃദങ്ങളും ഉണ്ടാകാറുണ്ട്. പലരും മുഖം ചുളിച്ച് പലതും പറഞ്ഞു. പക്ഷേ ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല അവൾക്ക്. കിരണിൻ്റെ ഭാര്യ ഗൗരിക്ക് അറിയാമായിരുന്നു ശില്പ എന്താണെന്ന്. മറ്റാരുടെയും ഒരു സർട്ടിഫിക്കറ്റും അവൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. ഒരു സ്ത്രീക്ക് തലയുയർത്തി നിൽക്കാൻ ഒരു താലിയുടെ ആവശ്യം ഒരിക്കലുമില്ല. പിന്നീടുള്ള ശില്പയുടെ ജീവിതം സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്റ്റോറീസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.